ഹലോ. പീക്കാച്ചു എപ്പോഴും ഇരുട്ടുള്ള സ്ഥലങ്ങൾ തപ്പിയിട്ടാണ് നടക്കുക. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒരു ശീലം ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിയപ്പോൾ ബെഡൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് പൈസ വരും. അപ്പം ഞാൻ വിചാരിച്ചൊരു DIY ചെയ്യാമെന്ന്. ഇത് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയ തെർമോക്കോളാണ് കേട്ടോ. മോളത് പെയിൻ്റ് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലോങ് സ്ലീവ്, ഫുൾ സ്ലീവ് ടീഷർട്ട്, പിന്നെ ഒരു ബണ്ണ്. ഇത് രണ്ടും കൂടി അറേഞ്ച് ചെയ്യുക പറ്റുന്ന പോലെ. എന്നിട്ട് ആ ടീഷർട്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഇടുക. കഴുത്തിൻ്റെ ഭാഗം ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. അത് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ ഫിറ്റാവും. വേറെ സെല്ലോ ടേപ്പോ പിന്നെ ഒന്നും വേണ്ട. ആദ്യത്തെ ഇൻസർട്ട് ചെയ്തു, രണ്ടാമത്തെയും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ അത് ഇതേപോലെ ഇരിക്കും. ഇനി കണ്ടോ, അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ഇതാണ്. ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ ഒരു ബണ്ണ് വെച്ചിട്ട് ഒന്നുകിൽ ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് എടുത്തിട്ടായാലും അതൊന്ന് ടൈ ചെയ്തിട്ട് വെക്കാൻ പറ്റും. നല്ല ഭംഗിയില്ലേ കാണാൻ ബാക്ക് സൈഡ് തന്നെ. ഇനി ഫ്രണ്ട് സൈഡ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി വേറെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ്. പീക്കാച്ചു ഇപ്പോൾ തന്നെ എക്സൈറ്റഡ് ആണ്, എൻ്റെ ചുറ്റും നടക്കുകയാണ്. ഉദ്ഘാടനമൊക്കെ നല്ല ഭംഗിയിൽ ചെയ്യണമെന്ന് കരുതിയതാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചാടി ഇപ്പോൾ ഒരുത്തൻ കയറുന്ന കാണാം കേട്ടോ. അവന് സഹിക്കാൻ വയ്യ എന്താണ് അത് എന്നുള്ളത് വെച്ചിട്ട് ചുറ്റോറ് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ തന്നെ കയറി അവനത് ഇഷ്ടമായി തോന്നുന്നു. പിന്നെ കുറച്ച് നേരം കളിച്ചു. ഞാനതപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും ജസ്റ്റ് ബാക്കിലേക്ക് ആക്കുമ്പോഴത്തേക്കും വീണ്ടും ഓടി കയറി ഇത് എൻ്റെയാണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി കുറച്ച് ഇതിൻ്റെ പട്ടി ഷോ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്തായാലും ഒരു ഷോ ആണ് അടുത്തത്. ഇവതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതും ഇരിക്കുന്നതും ഒക്കെ ആയിട്ട് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. അപ്പോൾ ഒരുപാട് പൈസ ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൂച്ചക്കുട്ടിക്ക് അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊരു കാര്യമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മനസ്സുണ്ടായാൽ മാത്രം മതി.